ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ അതിനോട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു മറുപടി എന്താ പറയുക, എന്നോട് പറഞ്ഞത് എനിക്ക് വിശ്വാസമല്ല എന്നാണ്. നിനക്ക് അള്ള ഉണ്ട് എന്ന് നിനക്ക് വിശ്വാസമല്ലേ, പരലോകമുണ്ട് എനിക്കതൊന്നും വിശ്വാസമല്ല. അപ്പം എനിക്ക് പരലോകമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്നൊന്നും വിശ്വാസമില്ല എന്ന് ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മോള് ഏതെങ്കിലുമൊക്കെ പിന്നെ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിരീശ്വരവാദികളെ അങ്ങനത്തെ വല്ലവരുടെയും സൈറ്റിലൊക്കെ കയറി ക്ലാസ് അങ്ങനത്തെ ക്ലാസ്സൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ പടച്ചല്ല പറയണത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ സമയം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ വുജൂദ് ഞാൻ എന്ത് ചെയ്തു, കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. അപ്പം എനിക്കിങ്ങനെ തോന്നി ഏകദേശം ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ ഒരു അള്ള ഇല്ല എന്ന് നിന്നെ പറയിപ്പിച്ചത് എന്താണെന്നാണ്. അതിൻ്റെ കാരണം ആ കുട്ടി പറയുമ്പോഴാണ് നമ്മളെത്രമാത്രം നമ്മൾ പാരൻസിന് ക്ലാസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്താ പറയാൻ കാരണം തരും, ഈ കുട്ടിക്ക് ദീനിയായ ശരിയായ ഒരു ബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മയും വാപ്പയും നല്ല ദീനിയാണ്. അപ്പോൾ ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മ എന്ത് ചെയ്യും, ഒരു സ്വൈരവും കൊടുക്കാതെ അവിടെ പൊന്നാല കൂടും. ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ഇത് മാർത്തിട്ട് ഒന്ന് പിടിച്ച് കുത്ത്, ഇതൊന്ന് നിസ്കരിക്ക്, ഇതൊന്ന് നീക്ക് എന്ന് പറഞ്ഞ് ഓൾക്ക് ഒരു കാര്യം ചെയ്യാനും ഇഷ്ടമല്ല. കാരണം ഓൾക്ക് എന്താണ്, അതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു കുട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, 14 കൊല്ലം ദീന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ ആരായത്, ദൈവനിഷേധിയായത്. അപ്പോൾ എന്താ എങ്ങനെ ദൈവനിഷേധിയാവുന്നത്, ഈ ദീനാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള ഇടങ്ങേറെന്നാണ് ഓൾ പറയണത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാക്ക് കുറച്ച് ദീനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദീനോട് ഞാൻ ഇടങ്ങേറായി. ഇപ്പോൾ ഈ പടച്ചോനും പരലോന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇടങ്ങേറില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഓള് ഒരു ദൈവനിഷേധിയായത് മനസ്സുകൊണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിക്കണം. നിങ്ങളെ കുട്ടികളോടൊക്കെ നിസ്കരിക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം ബോധ്യപ്പെടുത്തിയാണ് നിസ്കരിക്കാൻ പറയണത്, തട്ടിടുന്നത് ബോധ്യപ്പെടുത്തിയിട്ടാണോ തട്ടിടാൻ വേണ്ടി പറയണത്? ഈമാൻ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് എന്തെങ്കിലും അമല് ബാധ്യത ഉണ്ടോ സുഹൃത്തുക്കളെ? ഈമാൻ ഉള്ളിൽ തട്ടാത്ത ഒരാൾക്ക് ഒരു അമല് ബാധ്യത ഉണ്ടോ? ഈമാനാണ് പ്രധാനം. വിശ്വാസം ഉറക്കാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. വിശ്വാസം ഉറക്കാതെ ഒരാൾക്ക് ആ വിശ്വാസം ശരിക്കും ഉള്ളിൽ തട്ടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ കുട്ടി ചെയ്യണം. നിസ്കാര സമയമാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാളൽ, ഒരു ബേജാർ ആ കുട്ടിക്ക് സ്വന്തം ഉണ്ടാവണം അല്ലേ? തട്ടം നീങ്ങുമ്പോൾ തട്ടം നീങ്ങിയല്ലോ എന്ന പേടി ആ കുട്ടിക്കുണ്ടാവണം. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് 1, 2 അനുഭവങ്ങളല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ ബോധം നൽകുക.